ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ മുടി കണ്ടോ ഭയങ്കര ഫ്രിസി ആയിട്ടാണ് ഉള്ളത്. ഇങ്ങനെ ഭയങ്കര ഇവിടുത്തെ വെള്ളത്തിലെല്ലാം കുളിക്കുന്നത് കാരണമായിരിക്കും ഭയങ്കര ഇങ്ങനെ ഇതായിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഒന്ന് സ്മൂത്തൻ ചെയ്തെടുക്കാം. ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇത് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം ആദ്യമായിട്ട് ഇതിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു ഹെയർ സ്പാ, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്പാ. അതിൻ്റെ പാക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ആഫ്റ്ററും ബിഫോറും കാണിച്ചു തരാം. മുടിയുടെ ആഫ്റ്ററും ബിഫോറും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ മിക്സ് റെഡിയാക്കാൻ വേണ്ടി പോവാന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ മുടിക്ക് ആവശ്യാനുസരണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ് വെള്ളം. ആ 1 ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് അരിപ്പൊടി, റൈസ് ഫ്ലോർ, അതും കൂടി 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യമുള്ളത് അലോവേര ജെല്ലാണ്. ഇത് എൻ്റെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ഉള്ളത് കാരണം ഞാനത് ചെടിയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുകയാണ്. ഫ്രഷ് ആയിട്ടുള്ള അലോവേരയും അതിൻ്റെ ജെല്ല് എടുക്കുന്നുണ്ട്. അത് ജെല്ലും കൂടി എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഈ തിളച്ച് വരുന്നുണ്ട്, നേരത്തെ അരിപ്പൊടി ഇട്ടതിന് തിളച്ച് വരുന്നതിൻ്റെ അകത്ത് ആ ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ജെല്ലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് കുറുകി വരണം. നന്നായിട്ട് അതിൻ്റെ എല്ലാ കണ്ടൻറ്റും അതിൻ്റെ അകത്തേക്ക് അബ്സോർബ് ചെയ്യാൻ മാത്രം തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നന്നായിട്ട് കുറച്ചൊന്ന് കുറുകി വരണം. ഇത് കുറുകി നന്നായിട്ട് തിളച്ചെല്ലാം വന്നതിന് ശേഷം അരിപ്പ വെച്ച് ഇതുപോലെ അരിച്ചെടുക്കുക. ത്തേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് വെളിച്ചെണ്ണയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് നേരെ തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയത് കാരണം ഒലിച്ചിറങ്ങും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നെല്ലാം തേക്കുന്നതായിരിക്കും നല്ലത്. ഞാനിതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കാരണമാണ് ഉള്ളിൽ നിന്ന് തന്നെ തേക്കുന്നത്. പുറത്തുനിന്നാണ് ഞാൻ സാധാരണ ഇത് തലയിൽ അപ്ലൈ ചെയ്യാറുള്ളത്. എല്ലാവരുടെയും ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് മുടിയിൽ താവൽ വരെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. മുടിയുടെ മൊത്തമായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കെട്ടിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുക. അതൊന്ന് തലയിലെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് കുളിക്കുമ്പോൾ ഷാമ്പു ഇട്ടിട്ട് കഴുകണം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കല് ആ ഷാമ്പു ഇട്ട് കഴുകി കളയാം. ഓക്കെ, ഞാനിപ്പോൾ ആഫ്റ്ററും ബിഫോറും കാണിച്ചു തരാം ഇതിൻ്റെ റിസൾട്ട്. കണ്ടില്ലേ, ആഫ്റ്ററും ബിഫോറും ഉള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. നല്ല വ്യത്യാസം ഉണ്ടാവും. നല്ല കണ്ടീഷണറും ഷാമ്പൂ ഇട്ട് കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.